ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈസ്റ്ററൊക്കെ എങ്ങനെ ആഘോഷിച്ചു? അടിച്ചു പൊളിച്ചോ? അപ്പതേ നമ്മളിന്ന് ഈസ്റ്റർ ഡേ ആട്ടോ. നമ്മുടെ വലിയൊരു വൈബൊന്നും ഇല്ല കേട്ടോ. കാരണം പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ലൈവ് കുർബാനയായിട്ടാണ് കണ്ടത്. നമ്മുടെ കൊറോണ ടൈമിലൊക്കെ നമ്മൾ ലൈവിലിരുന്ന് കണ്ടില്ലേ, അതേപോലെ തന്നെ ഇന്ന് പള്ളിയിൽ ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവ് കുർബാനയാട്ടോ നമ്മൾ കൂടിയത്. എന്നിട്ട് രാവിലെ രാത്രി ഉറങ്ങിയൊക്കെ എണീറ്റ് രാവിലെ എണീറ്റപ്പം വലിയ സുഖമൊന്നുമില്ല, എന്നാലും കുക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഉണ്ടാക്കണോ വേണ്ടെന്നൊക്കെ ഫുള്ള് ഡൗട്ടായിരുന്നു. പക്ഷെ ഓക്കെ, എന്തായാലും ഒരു മധുരം നല്ലതല്ലേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മാംഗോ മിസു, അതായത് നമ്മുടെ തിരമിസുവിൻ്റെ ഒരു അനിയനായിട്ടോ ചേട്ടനായിട്ടോ ഒക്കെ വരും ഇവൻ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണേ, എന്താവുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം സെറ്റായി കഴിഞ്ഞപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മാംഗോ മിക്സ് ഒക്കെ ഉണ്ടാക്കി ഞാൻ അവനെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടോ. റെസിപ്പിയൊക്കെ ഒരു ദിവസം ഞാൻ ഇടാം കേട്ടോ. പിന്നെ യൂട്യൂബിൽ തപ്പയിലും കിട്ടും. അടുത്തത് എന്താ, നെക്സ്റ്റ് ഐറ്റം ബീഫ് റോസ്റ്റ്, ജസ്റ്റ് നമ്പർ 2 വേ. അങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രോസൺ ബീഫാണ് എടുത്തത് കേട്ടോ. അവനെ ഞുറുക്കി പെറുക്കി തട്ടിക്കൂട്ടി മസാലയൊക്കെ പുരട്ടി അവനെ ഞാൻ അടുപ്പത്ത് കയറ്റിയേ. ലോക്കൽ ബീഫിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ടുള്ളത് ഈ ബീഫ് തന്നെയാണ് കേട്ടോ. പിന്നെന്താ, അടുത്ത ഐറ്റം ജസ്റ്റ് നമ്പർ 3 മോരുകറി. വേറെ ഒന്നുമില്ല, മോരുകറി തന്നെയാണ് കേട്ടോ. അപ്പം മോരുകറി ഏകദേശം റെഡിയായി. സൈഡിൽ കൂടി നമ്മുടെ ബീഫൊക്കെ വേവിക്കുന്നുണ്ട്. അത് ഏകദേശം വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പം അടുത്തത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് തേങ്ങാക്കൊത്ത് കിട്ടിയില്ല. സിയാചേട്ടനോട് തേങ്ങാക്കൊത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ തേങ്ങ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് സിയാചേട്ടൻ അത് വാങ്ങിക്കാണ്ടാണ് വന്നത്. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ബീഫ് റോസ്റ്റ് ഇങ്ങനെ ഇട്ട് ഇളക്കി 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 കരിച്ചെടുക്കണം. അതായത് കറുത്ത കളറിലെടുക്കണം, കരിച്ച് കളയല്ലേ. പിന്നെ ജസ്റ്റ് നമ്പർ 4 മീൻ വറുത്തത്, മാന്തൽ വറുത്ത കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞ് ഈസ്റ്റർ സ്പെഷ്യൽസ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണേ. സിയോച്ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക്. ഭയങ്കര സ്ലോ മോഷനാണ്, ഫുഡ് എടുക്കണേ ഉള്ളൂ. ഞങ്ങൾ സൈഡിൽ കൂടി ഒന്ന് നൈസായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുക്കന് ഞാൻ ഇട്ട് കൊടുത്ത മീനും എന്താ പറയുക, ബീഫ് മാത്രമേ അവൻ കഴിക്കണുള്ളൂ. ചോറ് അവൻ തൊട്ട് പോലും നോക്കണില്ല. ലാസ്റ്റ് അവൻ്റെ പുറകെ നടന്ന് വാരി കൊടുക്കേണ്ടിക്ക് വന്നു കേട്ടോ. ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് കേട്ടോ ഞാൻ ലൈവിൽ വന്നത്. വരണമെന്ന് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. കുറച്ച് പേരൊക്കെ വന്നു, നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം എന്താ, നമ്മൾ വാഴ 2 കാണാൻ പോവാം കേട്ടോ. ഇന്ന് മിസ്സായാൽ പിന്നെ നമ്മൾ അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്തേണ്ടി വരെ. അത്രയും നാൾ വെയിറ്റ് ചെയ്യാൻ എനിക്കൊരു ക്ഷമയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പോവാം കേട്ടോ. അപ്പോഴത്തേ നമ്മൾ മൂവി കാണാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡിയൊക്കെ ആയി. പെട്ടെന്ന് തന്നെ ഞാൻ ലൈവിൽ നിന്നൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇന്ന് ലൈവിൽ നിന്ന് വരാൻ പ്ലാൻ ഇല്ലായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. നല്ല എക്സൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏഷ്യൻ ടവറിലാണ് കേട്ടോ മൂവി കാണാൻ പോയത്. അവിടെ നമ്മുടെ നാട്ടിലൊരു തിയേറ്ററിൻ്റെ വൈബാണേ. മോൾസിലൊക്കെ എന്താ പറയുക വേറൊരു സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു തിയേറ്ററിൻ്റെ വൈബാട്ടോ മൊത്തത്തിൽ. ഈ ഷോയിൽ, അതായത് ഈ ടൈമിലെ ഷോയ്ക്കായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ കുറവുണ്ടായിരുന്നത്. ബാക്കി ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. ടിക്കറ്റ് പോലും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ പറയുക, ഒരു സീറ്റ് പോലും കാലിയില്ലാണ്ട് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. നല്ല ക്രൗഡായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു വൈബൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ. നേരിട്ട് കാണുന്നല്ലാതെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറ്റം പോപ്കോൺ ആയിരുന്നു. അവൾക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. അവസാനം അതൊക്കെ കിട്ടി മൂവി കാണാൻ കയറി കേട്ടോ. എന്തോ കണ്ടിറങ്ങിയപ്പം മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. നല്ല മൂവിയാണ് കേട്ടോ. എനിക്കെന്തോ ഇതിക്കുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. മൂവി കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാരാട്ടോ. നല്ല തലവേദന ഉണ്ടായിരുന്നു. നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. ഫ്രിഡ്ജിൽ നമ്മുടെ മാംഗോ മ്യൂസ് ഇരിപ്പുണ്ട്. ഇനി അത് പോയിട്ട് തട്ടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.